എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, പുതിയ കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നിങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ജൂലൈ 7-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ പ്രകാരം. എന്നാൽ അതിന് മുമ്പായിട്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിനിടയ്ക്കായിട്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ സ്പോർട്സ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളുടെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും അതുപോലെ സെലക്റ്റഡ് ഓപ്ഷൻ ക്യാൻസലേഷനും ചെയ്യാനുള്ള സൗകര്യം മാത്രമാണുള്ളൂ. അതെന്താണെന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കോളേജോ കോഴ്സോ കൂട്ടിച്ചേർക്കുന്നതിനോ സാധിക്കുന്നതല്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടി എന്നിങ്ങനെ പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അഡ്മിഷൻ നേടാനായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്, അതിൽ പറഞ്ഞ ആ ഒരു കോളേജിലായിരിക്കണം നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫീസ് നൽകണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ കോളേജിൽ ചോദിച്ച ശേഷം അത് ചെയ്താൽ മതി. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും ഫീസ് അഡ്മിഷൻ ടൈമിൽ തന്നെ അടക്കണമെന്ന് പറയാറില്ല, പിന്നീട് അടക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ട്. ചില കോളേജിൽ വിദ്യാർത്ഥികൾ ഫീസ് മുഴുവനായിട്ട് അടക്കണമെന്ന് പറയാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഓപ്ഷൻസ് അവിടെ ബാക്കി ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റിൽ തന്നെ മാൻഡേറ്ററി ഫീസ് ഓൾറെഡി നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷനല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്നാമത്തെ അല്ലാതെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഇങ്ങനെ ഒരു 20 ഓപ്ഷൻസ് വരെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 5ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ എന്നെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത് ബാക്കിയുള്ള ഇതിൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനിലേക്കാണ്. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയത് അതിൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1, 2, 3, 4 ഈ ഒരു 4 ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസരം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഉള്ളത് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ്, ഇഷ്ടപ്പെട്ട കോളേജാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ട് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് പുതിയ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടില്ല. കാരണം ഇവിടെ ഓപ്ഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് 0 ആവും. കാരണം മുഴുവനായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്താൽ പിന്നീട് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വരില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തേത് സെലക്റ്റഡ് ഓപ്ഷൻ ക്യാൻസലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ ഓപ്ഷൻ ലിസ്റ്റിൽ എനിക്ക് 3ാമത്തെ ഓപ്ഷൻ വേണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ മാത്രമായിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്നു. ബാക്കിയുള്ള 1, 2, 3 മൂന്നാമത്തെ ഓപ്ഷനെ ഡിലീറ്റ് ചെയ്തു. 1, 2, 4 എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ എൻ്റെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ളൂ. അതായത് ഇവിടെ ഓൾറെഡി ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യും മുമ്പായിട്ട് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത സമയത്ത്, അതായത് ഈ ഒരു 3ാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത സമയത്ത് ഇവിടെ 3 ഓപ്ഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്ത ഓപ്ഷനുകളെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് സെലക്റ്റഡ് ഓപ്ഷൻ ഡിലീറ്റ് എന്ന് പറയുന്നത്. അതായത് സെലക്റ്റഡ് ഓപ്ഷൻ ക്യാൻസലേഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ഓപ്ഷൻ ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ്
ആ ഒരു സീറ്റിൽ പഠിക്കാം. എന്നാൽ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുമോ എന്ന് നോക്കാം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ വേണ്ടാത്ത ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിനെ മുഴുവനായിട്ട് അവിടെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ഹയർ ഓപ്ഷൻസിനെ മുഴുവനായിട്ട് അവിടെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അതായത് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുണ്ടാവില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, അവർ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറയാം. എനിക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 5ാമത്തെ ഓപ്ഷനിലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നു. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനാണ്, അത് നേടാൻ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നു. അപ്പോൾ അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടി ഞാൻ എൻ്റെ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടില്ല എന്നാണെങ്കിൽ, അതായത് എൻ്റെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഓപ്ഷൻ ഉപയോഗിച്ച് ഫുൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സീറ്റ് ഇവിടെ 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി അതേസമയം ഞാൻ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് സെലക്റ്റഡ് ഓപ്ഷൻ മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ 1ാമത്തെ 2ാമത്തെ 4ാമത്തെ ഓപ്ഷനുകളെ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കപ്പെടും. അതേസമയം ഞാൻ ഒരു ഓപ്ഷനും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാ ഓപ്ഷനും അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എൻ്റെ ഓപ്ഷനുകളിലെ, അതായത് ഹയർ ഓപ്ഷനുകളെ മുഴുവനായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ ഹയർ ഓപ്ഷനുകളിലേക്ക് എനിക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്. അവിടെ ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ നേടി. അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് ഒരു 2ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കുക, അതായത് ആ ഒരു സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇവിടുത്തെ സീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ കോളേജിൽ ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് ഇനത്തിൽ അടച്ചിട്ടുള്ള ആ ഒരു പൈസ ഇവിടേക്ക് പുതിയ ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ പുതുതായിട്ട്, അതായത് ആദ്യം അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഞാനൊരു ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. ചില കോളേജ് അഡ്മിഷൻ സമയത്ത് ഫീസ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ തീരെ ഫീസ് വാങ്ങിക്കാറില്ല. കാരണം ചില സമയത്ത് വിദ്യാർത്ഥികൾ ഈ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് അത് വീണ്ടും മടക്കി കൊടുക്കുകയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചില കോളേജ് അഡ്മിഷൻ ടൈമിൽ ഇപ്പോൾ ഫീസ് വാങ്ങിക്കാറില്ല, പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വാങ്ങിക്കുക. ചില കോളേജ് ഫീസ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ 2ാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെതായുള്ള 3ാമത്തെ 4ാമത്തെയും 5ാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ആ ഒരു സീറ്റിൽ തന്നെ ഞാൻ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ആദ്യത്തെ കോളേജിൽ ഞാൻ അഡ്മിഷൻ ടൈമിൽ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കോളേജിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീസ് എനിക്ക് തിരിച്ചു തരും. അപ്പോൾ ആ ഒരു ഫീസ് ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് പുതുതായിട്ട് ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഓൾറെഡി നിങ്ങളൊരു കോളേജിൽ പെർമനൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കോളേജ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം കിട്ടിയ സീറ്റിലെ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. പിന്നീട് പുതിയ സീറ്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ്. അതുപോലെ നിലവിൽ കിട്ടിയിട്ടുള്ള സീറ്റ് മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻ നിർബന്ധമായിട്ടും ഡിലീറ്റ് ചെയ്യുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് പുതിയൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു ഇപ്പോൾ കിട്ടിയ സീറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങളിപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടി, എന്നാൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടാത്ത ഓപ്ഷനുകളെ മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രമായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു വേണ്ടാത്ത ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ ഒഴികെ ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതും, എന്നാൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ നിലനിൽക്കും. എന്നാൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും പുതിയ സീറ്റിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ ഫീസ് അടച്ചിട്ടില്ല അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കുമോ എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. ഞാനിപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ എന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുള്ളതൊന്നും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ എത്ര രൂപയാണോ ഫീസ് വരുന്നത്, ആ ഒരു ഫീസ് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ചന്വേഷിച്ച് മനസ്സിലാക്കുക. അതുപോലെ ചില കോളേജിൽ സാധാരണ അഡ്മിഷൻ ടൈമിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടൈമിൽ ഈ ഒരു ഫീസ് കാര്യങ്ങൾ പിന്നീട് അടക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഈ ഒരു 3rd അലോട്ട്മെൻറ്റ് ജൂലൈ 7-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ 3rd അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.